നമസ്കാരം, എല്ലാവർക്കും രശ്മിസരിൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ബോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ വെള്ളം കളഞ്ഞിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാനുള്ളതാണ്, അതുകൊണ്ട് കടലപ്പരിപ്പിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ചിരുന്നാൽ മതി. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചാൽ മതി. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കുക. എന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റവ് ഓൺ ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി അടിക്കുക. എന്നിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വെന്തുടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു ഭാഗമാണ് ബോളി ഉണ്ടാക്കാൻ നല്ലത്. ഇനി ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു സ്ട്രെയിനറിലേക്കോ എന്തിലേക്കെങ്കിലും ഇട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും. കുക്കറിലിപ്പോൾ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. പരിപ്പിലെ വെള്ളം മുഴുവനും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര കടലപ്പരിപ്പാണ് എടുത്തത് അത്രയും തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കടലപ്പരിപ്പ് വേവില്ലല്ലോ. അതുകൊണ്ട് പഞ്ചസാര ഇടുന്നതിന് മുൻപായിട്ട് തന്നെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. പഞ്ചസാരയൊക്കെ പരിപ്പിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പഞ്ചസാര അലിയാനായിട്ട് തുടങ്ങും. അലിഞ്ഞ് ഇതേപോലെ വെള്ളം പോലെ കാണാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ജാതിക്കായ പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുമാണ്. ഇത് രണ്ടുമാണ് ബോളിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു പരിപ്പ് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അരയ്ക്കാനുള്ള ഒരു ഈർപ്പം മാത്രം മതി. അതുവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിനുള്ളൊരു ലൂസായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുക്കും. അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ള പാകമായിട്ട് കിട്ടും. ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള കവറിങ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതായത് കുറച്ചും കൂടി ഒന്ന് അളവിൽ വേണം കുഴച്ചെടുക്കാൻ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും ഉപയോഗിച്ചിട്ടില്ല. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് അതല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഈ മാവ് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ പിടിക്കുമ്പോൾ താഴേക്ക് ഊർന്നു വരണം, എന്നാൽ പൊട്ടിപ്പോകാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് അമർത്തി പരത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയിൽ ഇത് നല്ലോണം ഒന്ന് മുങ്ങിക്കിടക്കട്ടെ. ഇതേപോലെ കിടന്നിട്ടുണ്ടെങ്കിൽ മാവ് നല്ലൊരു പദം വരും, ഒന്നങ്ങ് പൊളിച്ച് വരും. ഇതൊരു അരമണിക്കൂർ ഒന്ന് മൂടി വെച്ചിരുന്നാൽ മതി. ഈ എണ്ണ മാവിലേക്ക് പിടിക്കുകയൊന്നുമില്ല. മാവൊന്ന് പദം വരാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു വെക്കുന്നതാണ്. നേരത്തെ മാറ്റി വെച്ചിരുന്ന പരിപ്പ് നല്ലോണം തണുത്ത് അതിലെ വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഒരുമിച്ച് അരയ്ക്കേണ്ട, പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3-4 തവണയൊന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുക്കുന്ന സമയത്ത് പരിപ്പ് അരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വേവിച്ച സമയത്ത് പരിപ്പിൻ്റെ ഉൾഭാഗമൊന്നും വെന്തിട്ടില്ല. അതുകൊണ്ടാണ് അരഞ്ഞു വരാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിരിക്കുന്ന പരിപ്പിൽ അതിൽ അരയാതെ കിടക്കുന്ന തരികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തരികളില്ലാതെ തന്നെ നമുക്ക് നല്ലോണം അരഞ്ഞ പരിപ്പ് കിട്ടും. സ്പൂൺ കൊണ്ടല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ പരിപ്പ് ഇതുപോലെ തരികളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും.
ഇനി അരച്ചെടുത്തിരിക്കുന്ന മാവിൽ നിന്ന് ചെറുനാരങ്ങന്റെ വലിപ്പത്തിൽ ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 15 എണ്ണം കിട്ടും. ഇതിലും ചെറുതാക്കുകയാണെങ്കിൽ ഒരു 20 വരെയൊക്കെ കിട്ടും. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നല്ലോണം പദം വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ വേറെ തന്നെ കിടക്കുന്നുണ്ട്, മാവിലേക്ക് ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല. ഇതിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഉരുളേനേക്കാളും ചെറിയൊരു കഷ്ണം മുറിച്ചെടുക്കുക. എന്നിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഏറ്റവും കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളേന്ന് ഒരെണ്ണം എടുത്തിട്ട് വെക്കാം. ഇനി ഈ മൈദേൻ്റെ കവറിങ് ഒന്ന് വലിച്ച് ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. മാവ് ഒട്ടും പുറത്തേക്ക് ആവാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക. എന്നിട്ട് കൂടുതലായിട്ടുള്ള മാവ് ഇതേപോലെ ഒന്ന് പിരിച്ച് നമുക്ക് മുറിച്ച് കളയാം. ഇനി ഇത് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാവെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആയിക്കോളും. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് പരത്തിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ അത് പരത്തുന്ന പലകയിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും. അരിപ്പൊടി തന്നെ എടുക്കണം. ബോളി ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി മൈദയൊന്നും ഉപയോഗിക്കണ്ട. ചപ്പാത്തിയൊക്കെ പരത്തുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് വേണം പരത്തിയെടുക്കാൻ. നല്ല ക്ഷമയോടെ സമാധാനത്തിൽ വേണം പരത്താൻ, ഇല്ലെങ്കിൽ ഇത് ചപ്പാത്തി പലകയിലേക്ക് ഒട്ടിപ്പിടിച്ചു പോകും. അതുപോലെ ഇതിൻ്റെ അരികൊക്കെ നമുക്ക് പറ്റുന്നത്രയും കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പോഴായിരിക്കും ബോളി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. കടലമാവ് അരച്ചെടുത്തതിൽ എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പരത്തുന്ന സമയത്ത് ബോളി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൽ അധികമായിട്ടിരിക്കുന്ന അരിപ്പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞളഞ്ഞതിന് ശേഷം നമുക്ക് ബോളി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബോളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള കടലമാവ് ആദ്യം തന്നെ വെന്തതാണ്. ഇതിന് പുറമേയുള്ള ആ ചെറിയൊരു മൈദേൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി. ചെറുതായിട്ട് കുമിളകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടാൻ വേണ്ടിയിട്ട് ഏറ്റവും കനം കുറഞ്ഞിരിക്കുന്ന ചട്ടകം തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ആ ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് തൂവി കൊടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നെയ്യ് തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിടരുത്, ആ ഭാഗം അങ്ങ് മൊരിഞ്ഞു പോകും. ഇതേപോലെ തന്നെ അടുത്ത ബോളി ഇട്ട് കൊടുക്കാം. കല്ലിപ്പോൾ കുറച്ചും കൂടെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് 1/2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ ഭാഗം നന്നായിട്ട് വെന്ത് വരും. ഇതേപോലെ കൊമളകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിന് മുകളിലായിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ബോളിൻ്റെ ഒരു ഭാഗം നല്ല നെയ്യ് ഒഴിച്ച ഭാഗവും മറ്റേ ഭാഗത്ത് കുറച്ച് അരിപ്പൊടിയോട് കൂടിയിട്ടുള്ള ഭാഗമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ബോളിയും ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയതിന് ശേഷം തുറന്നു വെക്കാതെ നമ്മൾ ചപ്പാത്തിയൊക്കെ വെക്കുന്നത് പോലെ ഒരു കിച്ചൺ ടവലിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പാൽപ്പായസോ അതല്ലെങ്കിൽ സേമിയ പായസോ പാലടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ബോളി ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.